പായൽ കപാഡിയ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടാനാകുന്നത്. അതോടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു. കൂടാതെ നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിൽ മികച്ച സിനിമയ്ക്കുള്ള അവാർഡും സിനിമയെ തേടിയെത്തി. മറിച്ചായിരുന്നെങ്കിൽ പായൽ കപാഡിയയുടെ മുൻ ചിത്രങ്ങളെപ്പോലെ ഈ സിനിമയും ഫിലിം ഫെസ്റ്റ് വേദികളിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒന്നായിരുന്നിരിക്കാം. സിനിമ ഇന്ത്യൻ തിയേറ്ററിൽ എത്തിയപ്പോൾ വീണ്ടും ഈ സിനിമയെപ്പറ്റിയുള്ള ചർച്ച 10 മടങ്ങായി മാറി. ദിവ്യപ്രഭയുടെ ന്യൂഡ് സീനിനെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു അത്. കനിയക്കുസൃതി, ദിവ്യപ്രഭ, ഛായാഖതം എന്നിവർ പ്രധാന വേഷങ്ങളിൽ തിളങ്ങിയ ഒരു മികച്ച സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഒരു ആർട്ട് സിനിമയുടെ ടെംപ്ലേറ്റിൽ തന്നെയാണ് ഈ സിനിമയുടെയും ആഖ്യാന രീതി. മുംബൈയുടെ പശ്ചാത്തലത്തിൽ മലയാളം, ഹിന്ദി, മറാത്തി എന്നീ ഭാഷകൾ ഇടകലർത്തിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ടും ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്ന കനിയക്കുസൃതി അവതരിപ്പിച്ച പ്രഭ, മുസ്ലിം പയ്യനുമായി രഹസ്യ പ്രണയം കൊണ്ട് നടക്കുന്ന ദിവ്യപ്രഭ അവതരിപ്പിച്ച അനു, 22 കൊല്ലം താമസിച്ചിട്ടും അതിൽ ഒരു അവകാശവും സ്ഥാപിക്കാൻ പറ്റാതെ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞ് മുംബൈയിൽ നിന്നും തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന ഛായാഖതം അവതരിപ്പിച്ച പാർവതി. 3 പേരുടെയും ജീവിതം പച്ചയായി വരച്ചു കാട്ടുന്നുണ്ട് മുംബൈയുടെ ഒരു ഇരുണ്ട ജീവിത സാഹചര്യത്തിലൂടെ. മുംബൈ, രത്നഗിരി എന്നിവിടങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. മുംബൈയിൽ മുഴുവനായും ചിത്രീകരിച്ചിരിക്കുന്നത് രാത്രിയാണ്. മഴയുടെ പശ്ചാത്തലം മിക്ക സീനുകളിലുമുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊന്ന് ഇതിലെ സിനിമാറ്റോഗ്രഫിയാണ്. പതിയെ പോകുന്ന സിനിമയുടെ ആസ്വാദനം നിലനിർത്താൻ മികച്ച ഫ്രെയിമുകൾ കൊണ്ട് ഒരു പരിധിവരെ സാധിച്ചു. മലയാളികളായ അസീസ്, പിന്നെ ഋതു ഹാറൂൺ എന്നിവർ പ്രധാന റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലോകത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. സിനിമ ഇപ്പോൾ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്.